அடைமழை வரும் அதில் நனைவோமே குளிர்காய்ச்சலோடு ஸ்நேகம் ஒரு போர்வைக்குள் இருத்தூக்கம் குழு குழு பொய்கள் சொல்லி என்னை வெல்வார் அது தெரிந்து கூட அன்பே மனம் அதைத்தானே എതിർപ്പാക്കും. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ കാലവർഷം തുടങ്ങി കേട്ടോ. രാവിലെ എണീറ്റപ്പോൾ നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. എണീക്കാൻ തോന്നാതെ മൂടി പുതച്ച് കിടന്നുറങ്ങാൻ തോന്നുന്നൊരു ഫീൽ ഉണ്ടല്ലോ. പക്ഷേ ഞാൻ എന്താ പറയുക, കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എണീറ്റു. ഞാൻ എണീക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 7-7:30 മണി ആയിട്ടുണ്ട്. അപ്പോഴത്തെ ഒരു കാഴ്ച കേട്ടോ ഞാൻ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഫോണും തൂക്കി പിടിച്ചിട്ടാണോ എണീറ്റ് വരുന്നതെന്ന്. ഒട്ടുമല്ല, ഞാൻ വന്നപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ പിന്നെ പോയി ഫോൺ എടുത്തിട്ടാണ് ഇത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്ന് രാവിലെ തന്നെ ചപ്പാത്തി ആയിരുന്നു. ആമിക്കുട്ടിക്ക് ചപ്പാത്തിയൊക്കെ കൊടുത്തു. സുധി പിന്നെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ കഴിക്കാത്ത ഒരാളാണ് കേട്ടോ. സുധി വേഗം വർക്കിന് പോവുകയുണ്ടായി. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു ഇന്ന് എന്താ ഫുഡ് എന്നുള്ളതൊക്കെ. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് പൊതിച്ചോറ് കെട്ടാന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പൊതിച്ചോറ് കെട്ടല്ല കേട്ടോ, ടാർഗറ്റ്. ഈ ചേമ്പിൻ്റെ ഇലയിലേക്ക് ഇങ്ങനെ വെള്ളത്തുള്ളി വീഴുന്നത് കാണാൻ നല്ലൊരു ഫീലില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതാണ് ഞാനത് വീഡിയോ എടുത്തത്. പിന്നെ ഇന്നത്തെ പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ ഞാൻ അതിനകത്തുള്ള സ്ഥിരം ക്ലീശയായിട്ടുള്ള ചമ്മന്തി ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ചമ്മന്തി ഇല്ലാണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ആദ്യം തന്നെ വിചാരിച്ചത് മുരിങ്ങേൻ്റെലും മുട്ടയും വെച്ചിട്ട് തോരൻ ചെയ്യാമെന്നാണ്. അപ്പോൾ അതാവുമ്പോൾ ആമിക്കുട്ടി കുറച്ചങ്ങ് കഴിച്ചോളും. പിന്നെ ഇന്നത്തെ പൊതിച്ചോറിൽ ഞാൻ തീരെ എരിവ് ആഡ് ചെയ്യുന്നേ ഇല്ല. കാരണം ആമിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അവൾക്ക് തീരെ എരിവ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഒട്ടും എരിവ് ആഡ് ചെയ്യുന്നില്ല. എനിക്ക് വേണ്ടിയിട്ട് ഞാനൊരു തക്കാളിക്കറി വേറെ തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റംസ് എന്ന് പറയുന്നത് ചക്കക്കുരുവിൻ്റെ മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരുവൊക്കെ എടുത്തു വെച്ച് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ചക്കക്കുരുവിൻ്റെ മെഴുക്ക് വരട്ടി ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് ചക്കക്കുരു കണ്ടപ്പോൾ അത് ഉണ്ടാക്കാൻ തോന്നി. അപ്പം ഞാൻ വെറുതെ ട്രൈ ചെയ്തതാട്ടോ. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ മുരിങ്ങേൻ്റെലും മുട്ടയും കൂടി തോരൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ മുട്ട ഓംലേറ്റ് അടിച്ചതാണ് എനിക്ക് നിർബന്ധം. പിന്നെ എനിക്ക് തക്കാളിക്കറി വേണം. അതുപോലെ തന്നെ കുഞ്ഞിന് ഉപ്പുമാങ്ങ ഉണ്ട്, അതുപോലെ അച്ചാറും ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ചോറ് ഞാൻ ആദ്യം നിന്ന് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള പണികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അതാണ് ഒരു മങ്ങൽ പോലെ കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓച്ചി. മുരിങ്ങേൻ്റെ എല്ലാം റെഡിയായി, ചക്കക്കുരു റെഡിയായി. ഇനി ഇതൊക്കെ അങ്ങനെ അടുപ്പിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്കൂൾ കാലഘട്ടത്തിലാണ് ചോറ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് കാലം 2 വർഷത്തോളം നമ്മൾ തിരൂർ ഒരു ഷോപ്പിൽ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്ക് ഞാൻ ചോറ് കൊണ്ടുപോകാറ് തന്നെയാണ്. അപ്പോൾ ഈ പൊതിച്ചോറെന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു ടൈമൊക്കെയാണ് ഇങ്ങനെ ഫീൽ ചെയ്യുക. നമ്മളിങ്ങനെ കൃത്യനിഷ്ഠയോടുകൂടി എണീറ്റ് രാവിലെ പുറപ്പെട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പോകുമ്പോൾ ഈ ഒരു ചോറിൻ്റെ പൊതി എടുത്തിട്ട് ഓടുന്ന ഒരു രംഗം ഉണ്ടല്ലോ. അത് സ്കൂളിലേക്കാണെങ്കിലും വർക്കിനാണെങ്കിലും സെയിം ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് ഇങ്ങോട്ട് തുറക്കാനുള്ളൊരു വെപ്രാളം എൻ്റെ അയ്യോ പറയേ വേണ്ട കേട്ടോ. നമ്മൾ ആ ഉച്ചയാവണ വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. നിങ്ങൾ തിന്നാനാണോ പോണതെന്ന് ആരും ചോദിക്കരുത്. നമ്മളിങ്ങനെ പ്രത്യേക സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകുന്ന ദിവസം നമുക്ക് ഒരു പ്രത്യേക ത്വരയാണിത് പൊടിക്കാൻ അല്ലെങ്കിൽ പൊട്ടിക്കാൻ. അങ്ങനെ ഇതിങ്ങനെ തുറക്കുമ്പോൾ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു മണം വരാനുണ്ട് കേട്ടോ. അതായത് ഈ വാട്ടിയ വാഴയിലയുടെ മണം അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ അടുത്ത കാലത്താണ് ഞാൻ പിന്നെ ഇതിലേക്ക് തന്നെ എത്തിയത്. അതായത് പൊതിച്ചോറിലേക്ക് കേട്ടോ. അതായത് നമ്മളെ ബ്രദറ് ദുബായി പോകുമ്പോൾ അവന് പൊതിച്ചോറ് വേണം എന്ന് പറഞ്ഞിട്ട് അന്ന് നമ്മളിതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം ഞാൻ ഇടയ്ക്കും തലയ്ക്കൊക്കെ പൊതിച്ചോറ് സെറ്റ് ചെയ്യാറുണ്ട്. അതെന്തോ ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ് അങ്ങനെ വാഴൻ്റെ ഇലയിൽ കഴിക്കാൻ കേട്ടോ. സദ്യ കഴിക്കുന്ന പോലെയല്ല,
പൊതിച്ചോറ് വേറെ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ വാട്ടിയ ഇലയുടെ മണമൊക്കെ അതിനകത്ത് ഇങ്ങനെ തിങ്ങി നിൽക്കും, ഒരു പ്രത്യേക വൈബാണ്. അങ്ങനെ നമ്മുടെ ഐറ്റംസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോൾ 2 ഇലയിലായിട്ട് 2 സെറ്റായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഒന്ന് എനിക്കും ഒന്ന് ആമിക്കും. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആമിക്ക് എരിവ് ഇഷ്ടമല്ല എന്ന്. അതുകൊണ്ട് ഞാൻ അവൾക്ക് എരിവില്ലാണ്ട്, അതായത് തക്കാളി കൂട്ടാൻ ഇല്ലാതെയാണ് ഞാൻ അവൾക്ക് വേണ്ടി പൊതിഞ്ഞത്. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചോറും അതിലേക്ക് എന്താ പറയുക തക്കാളി കൂട്ടാനും കുറച്ച് ഉപ്പിടണം കേട്ടോ. ആ ഉപ്പിടുന്നിടത്തൊരു പ്രത്യേക ടേസ്റ്റാണ്. പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. ആ തക്കാളി കൂട്ടാനൊക്കെ അതിലേക്ക് ഒഴിച്ചു. പിന്നെ ഇതിലേക്ക് നമ്മളെ കയ്യിലുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് മെഴുക്ക് വരട്ടി, തോരനും, ഉപ്പുമാങ്ങയും, ഓംലെറ്റും, പിന്നെ അച്ചാറുമാണ്. ഇത്രയും ഐറ്റംസും കൂടി നമുക്ക് ഇതിനകത്ത് ഇടാണ്ട്. അപ്പം ഞാൻ എന്തിനാ 2 ഐറ്റം മുട്ട കൊണ്ട് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ, ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് മുരിങ്ങേൻ്റെ ഇല മുട്ട തോരൻ ചെയ്യണമെന്ന്. അപ്പോൾ ഇന്ന് മുരിങ്ങേൻ്റെ ഇല കിട്ടിയപ്പോൾ ഞാനത് ചെയ്തു, അത്രയേ ഉള്ളൂ. അല്ലാതെ 2 ഐറ്റംസ് ചെയ്യണമെന്ന് തീരെ വിചാരിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ചെയ്തു വന്നപ്പോൾ അങ്ങനെ ആയി പോയതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഫുഡ് കേട്ടോ, ഉച്ചക്കത്തെ ഫുഡ്. ഞാൻ ഒരുപാട് ചോറ് അതിനകത്ത് വെച്ചിട്ടുണ്ട്. അത്രയൊന്നും ചോറ് കഴിച്ചില്ലെങ്കിൽ ഇത് എന്താ പറയുക വീഡിയോ എടുക്കുമ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ മുട്ട റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ ഞാൻ നമ്മളെ വെള്ളപ്പച്ചട്ടിയായിട്ട് എടുത്തത്. ഇതിൻ്റെ മുന്നൊരു വീഡിയോയിൽ ഞാൻ ഒരു റിങ് വെച്ചിട്ട് മുട്ട ഓംലെറ്റ് അടിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിന് കിട്ടാത്ത പരാമർശങ്ങളും വിവാദങ്ങളും ഒന്നുമില്ല. ഇപ്പോഴും അത് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഏകദേശം ഒരു 1 മില്യൺ അടിക്കാനായിട്ടുണ്ട് അതിൻ്റെ വ്യൂസൊക്കെ. അപ്പോൾ ആ ഒരു ഇതാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. അപ്പച്ചട്ടിയിൽ മുട്ട ഒഴിക്കുമ്പോൾ അങ്ങനെ നമ്മുടെ ലാസ്റ്റ് അറ്റകുറ്റ പരിപാടികളും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഇല മടക്കാനുള്ള പരിപാടിയായിട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടമാണ് പപ്പടം വെക്കുന്നത് ഇഷ്ടമാണ്. പക്ഷെ പപ്പടം തണുത്ത് പോകുന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാൻ അതിനകത്ത് പപ്പടം ഒഴിവാക്കി കേട്ടോ. പിന്നെ വാട്ടി വന്നപ്പോൾ തന്നെ ഇലയ്ക്കൊരു തോണിയുടെ ഷേപ്പായിരുന്നു. അതുകൊണ്ട് കറക്റ്റ് നമുക്ക് ആ ഉൾഭാഗത്ത് ചോറ് ഫില്ല് ചെയ്യാൻ പറ്റി. ഇതിൻ്റെ മുന്നേ ഞാൻ വാട്ടിയത് ശരിക്കും റെഡി ആവാഞ്ഞിട്ട് അത് പൊട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്രാവശ്യം നന്നായിട്ട് വാട്ടിയിട്ടൊക്കെയാണ് സെറ്റ് ചെയ്തത്. പിന്നെ പേപ്പർ ഇല്ലാഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ടാട്ടോ പേപ്പർ വാങ്ങിയത്. നമ്മളെ വീട്ടിൽ പേപ്പറൊന്നും ഇടുന്നില്ല. പക്ഷെ പൊതിച്ചോറാവുമ്പോൾ എന്താണെങ്കിലും പേപ്പർ വേണമല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് വാങ്ങിയിട്ടൊക്കെ വന്നിട്ടാണ് ഇത് കെട്ടുന്നത്. അങ്ങനെ ഒരെണ്ണം കെട്ടി. ഫസ്റ്റ് കെട്ടിയത് എൻ്റേതായിരുന്നു കേട്ടോ. കാരണം കറിയൊക്കെ ഒഴിച്ചിട്ട് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ കെട്ടിയതാണ് അങ്ങനെ ഫസ്റ്റ്. പിന്നെ ഒന്ന് ആമിക്കുട്ടിക്കാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അവൾക്ക് എന്താ പറയുക ഇത് പൊതിയുന്നത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് മുട്ട എന്ന് പറഞ്ഞിട്ടാണ് അവൾ നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു മഴ പെയ്യുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാമെന്ന്. അപ്പോൾ അവൾ അഗ്രിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ വെച്ചിട്ട് ഏകദേശം 10:30 മണിയായപ്പോഴേക്കും എൻ്റെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി എല്ലാം കഴിഞ്ഞു. അത് പാക്കും ചെയ്ത് വെച്ചു. ഇനി ഇത് കുറച്ച് നേരം അങ്ങനെ ഇരിക്കണം. ഒരു 1.5 മണിക്കൂറൊക്കെ ഇരുന്ന് ആ ഒരു മണമൊക്കെ സെറ്റായി. അതുപോലെ തന്നെ നമ്മൾ അതിനകത്ത് ഒഴിച്ച കറിയും എല്ലാം അങ്ങോട്ട് ചോറിലേക്കൊക്കെ ഒന്ന് സെറ്റാവാനുണ്ട്. അതും കൂടി ആകുമ്പോഴാണ് പൊതിച്ചോറെന്ന് പറയുന്നത്. എല്ലാ കറികളും കൂടി ഒരു ഇലയിൽ കെട്ടി വെക്കുമ്പോഴാണ് പൊതിച്ചോറാവുന്നത്. ഇവിടെ ഒരാൾ ഭയങ്കര കാർട്ടൂൺ കാണലാട്ടോ. ഞാൻ ഒരുവിധം ഒതുക്കിയിട്ടാണ് ഇങ്ങോട്ട് വിട്ടത്. അങ്ങനെ മഴ പെയ്തപ്പോൾ വാതിൽ തുറന്നൊരു ഓട്ടമായിരുന്നു പുറത്തേക്ക്. അമ്മയെ മഴ പെയ്തു, നമുക്ക് കഴിച്ചാലോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഈ മുട്ട കഴിക്കാൻ വേണ്ടിയിട്ട്, മഴ പെയ്യുന്നത് വേണ്ടിയിട്ട്. അപ്പോൾ മഴ പെയ്തു. അവൾ പറഞ്ഞ പോലെ നമ്മൾ ഏകദേശം 12:30 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും അവൾക്കുള്ളത് കൊടുക്കാന്നുള്ളത്. അതിന് മുന്നേ ഞാൻ എൻ്റെ പൊതിച്ചോറൊന്ന് തുറന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇതുപോലെ വട്ടുള്ള വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വരണം കേട്ടോ. അതായത് മഴേൻ്റെ വൈബൊക്കെ അടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കഴിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അവരൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ വരും കേട്ടോ. ഒന്ന് പരിചയപ്പെടാമല്ലോ. അങ്ങനെ ഞാനിത് ഓപ്പൺ ചെയ്തു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ കേട്ടോ, അതങ്ങോട്ട് തുറന്നപ്പോഴേക്കും നല്ലൊരു സ്മെല്ലാട്ടോ അങ്ങോട്ട് കിട്ടിയത്. അടിപൊളി. വായനൊക്കെ വെള്ളം, കപ്പലോടിക്കാനുള്ള വെള്ളം ഉണ്ടായിരുന്നു ഗൈസ്. ആമി പറയുന്ന പോലെ എൻ്റെ വായിൽ കപ്പലോടിക്കാൻ അമ്മയെന്നാണ് അവൾ പറയാറട്ടെ എന്തെങ്കിലും ടേസ്റ്റുള്ളതൊക്കെ കിട്ടുമ്പോൾ. അപ്പോൾ ആ അവസ്ഥയാണ് ഇപ്പോൾ എനിക്ക്. ഇനി ഞാൻ ആമി മോളുടേതും കൂടി തുറക്കാൻ പോവുകയാണ് കേട്ടോ. അവളെന്നെ തുറക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കര വാശിയായിരുന്നു. സോ ഞാൻ റബ്ബർ ബാൻഡൊക്കെ അഴിച്ചു കൊടുത്തു. അവളൊന്ന് ഹെൽപ്പ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഈ ആവേശമൊന്നും ഉണ്ടാവില്ല കഴിക്കാൻ തുടങ്ങുമ്പോൾ. ആൾ ഫുഡ് കഴിക്കാനൊക്കെ വളരെ വീക്കാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ അവൾക്ക് ഞാൻ ഫോണൊന്നും വെച്ച് കൊടുത്തിട്ട് അങ്ങനെ കമ്പൽസറി അങ്ങനെ കഴിപ്പിക്കാറില്ല. അവളെ ഇഷ്ടത്തിന് അവൾ കഴിച്ചോട്ടെ എന്നാണ് വിചാരിക്കാറ്. അപ്പോൾ ഇതാണ് ആമിക്കുട്ടിയുടെ പൊതിച്ചോറ് കേട്ടോ. അവൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പി ആയിട്ടാട്ടോ അത് ഓപ്പൺ ചെയ്യുന്നത്. അവളുടെ ശബ്ദം ഇതിനകത്ത് ഞാൻ കൊടുക്കാം.
സൂപ്പർ. അങ്ങനെ ആളുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ വാരി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവൾ ഒറ്റയ്ക്ക് ചോറൊക്കെ തിന്നാൻ കുറച്ച് ബാക്കിലേക്കാണ്. പിന്നെ നെയ്ച്ചോറൊക്കെ ആണെങ്കിൽ അവൾ ഒറ്റയ്ക്ക് കഴിക്കും. ചോറൊക്കെ കുറച്ച് വീക്കാട്ടോ. അപ്പം ഞാനത് വാരി കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് കുറച്ച് നേരം പമ്മി നിന്നിട്ടോ. പിന്നെ രണ്ടാമത്തെ ഉരുള കൊടുത്തപ്പോൾ അവൾ ശരിക്കും വായ തുറന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പൊതിച്ചോറാട്ടോ. വെറും പൊതിച്ചോറല്ല, മഴയത്തൊരു പൊതിച്ചോറ്. അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ കട്ടൊക്കെ ഒന്ന് കൂടെ നിൽക്കണേ. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് വീഡിയോ കണ്ട് ലൈക്ക് അടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതായത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.